ഹായ്. ബാംഗ്ലൂരിൽ നിന്ന് വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ 2 സ്ഥലങ്ങളാണ് ശിവനസമുദ്രവും അതിന് അടുത്തായിട്ട് വരുന്ന തലക്കാട് റിവർ ബീച്ചും. ശിവനസമുദ്രം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ആ ശിവനസമുദ്രത്തിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശിവനസമുദ്രത്തിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ സഞ്ചരിച്ചാൽ നമ്മൾ തലക്കാട് എന്ന് പറയുന്ന കാവേരി റിവർ ബീച്ചിൻ്റെ അടുത്തെത്തും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാവേരി റിവർ ബീച്ചിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടാകും. കയ്യിൽ കരുതിയ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയത്. നിരത്തിലൂടെ പോകുന്ന പശുക്കളെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ്. കർണാടക ഗ്രാമങ്ങൾ വളരെ ഭംഗിയുള്ളതാണ്. ചെറിയ ചെറിയ വീടുകളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് വഴിയരികിൽ കൂടുതലും. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് കാവേരി റിവർ. വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ഗൈഡ് സൗകര്യം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ഫേമസ് ആണ് തലക്കാട്. കൊടും ശാപത്താൽ മരുഭൂമിയായ പ്രദേശം. കാവേരി നദിയുടെ ഇടതുകരയിലുള്ള പട്ടണം. അതാണ് തലക്കാട്. റോഡിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവിടെ പാർക്കിംഗ് ചാർജസ് ഒന്നും എടുക്കുന്നില്ല. റിവർ ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പായി മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുത്ത കുറേ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അവിടേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. 6ഓളം ക്ഷേത്രങ്ങൾ, 30ഓളം ക്ഷേത്രങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രങ്ങളുടെ പേരുകൾ കന്നഡയിലും ഇംഗ്ലീഷിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏക്കറോളം പരന്നു കിടക്കുന്ന മണൽക്കാടിനുള്ളിൽ മണൽപ്പരപ്പിൽ നിന്ന് കുഴിച്ചെടുത്ത ക്ഷേത്രങ്ങൾ. ഇതാണ് മരലേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രം ഖനനം ചെയ്ത കുഴിയിലാണ് നിൽക്കുന്നതെന്ന് കാണാം. 1200ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന മണൽക്കാടാണ് ഇപ്പോൾ ഈ ക്ഷേത്രനഗരി. 1.5 കിലോമീറ്റർ നീണ്ട മണൽപ്പാതയിലൂടെ സഞ്ചരിച്ചാലാണ് ഓരോ ക്ഷേത്രങ്ങളിലും എത്താൻ പറ്റുക. ഇപ്പോഴും പൂജകളും മറ്റ് ചടങ്ങുകളും ഒക്കെ ഇവിടെ നടത്താറുണ്ട്. ക്ഷേത്രങ്ങൾ മാത്രമല്ല കേട്ടോ, ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. ഏതെങ്കിലും പ്രകൃതിക്ഷോഭം മൂലം സംഭവിച്ചതോ കാവേരി നദി ഗതിമാറിയതാണോ അറിയില്ല. പക്ഷേ ഇവിടുത്തെ ഗ്രാമവാസികൾ ആലമേലമ്മയുടെ ശാപം കൊണ്ടാണ് മണൽ മൂടിപ്പോയതെന്ന് വിശ്വസിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിജയനഗര സാമ്രാജ്യത്തിനു വേണ്ടി ശ്രീരംഗപട്ടണം ഭരിച്ച തിരുമല രാജയുടെ ഭാര്യയാണ് അലമേലമ്മ. രാജാവിന് മാറാവ്യാധി പിടിപെട്ടപ്പോൾ തലക്കാട് വൈദ്യനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. മണൽ മൂടിയതിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രം വൈദ്യനാഥ ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. പിന്നാലെ റാണിയും തലക്കാട്ടേക്ക് എത്തി. ഈ സമയം മൈസൂർ ഓടയാർ രാജാവ് ശ്രീരംഗപട്ടണം കീഴടക്കി. പിന്നീട് തലക്കാട്ടെ മാലങ്കയായിരുന്ന റാണിയുടെ പാരമ്പര്യ ആഭരണങ്ങൾ കവരാനും മൈസൂർ രാജാവ് ശ്രമിച്ചു. ഈ സമയം റാണി ഓടയാർ രാജാവിന് മേൽ ശാപവാക്കുകൾ കാവേരിയിൽ ചാടി ജീവത്യാഗം ചെയ്തു എന്നതാണ് കഥ. ഓടയാർ രാജാവിനെതിരെ അലമേലമ്മ നടത്തിയ ശാപത്തിൻ്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം. തലക്കാട് മണൽ നിറഞ്ഞു പോകട്ടെ എന്നതായിരുന്നു ഒരു ശാപം. മാലങ്കയിൽ ചുഴികൾ നിറയട്ടെ, അതുപോലെ മൈസൂർ രാജാക്കന്മാർക്ക് അനന്തരാവകാശികൾ ഇല്ലാതെ പോകട്ടെ എന്നതായിരുന്നു മറ്റൊന്ന്. തലക്കാട് നഗരം മണൽക്കാടിൽ മറഞ്ഞുപോയതും മൈസൂർ രാജാക്കന്മാർക്ക് അനന്തരാവകാശികൾ ഇല്ലാതെ വരുന്നതും മാലങ്കി ഇപ്പോഴും ചുഴികൾ നിറഞ്ഞു നിൽക്കുന്നതും ഇതുകൊണ്ടാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടെമ്പിളിന് സൈഡിൽ ഒരു കുട്ടി ഡാൻസൊക്കെ കളിച്ച് പാരൻസ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നതാണ് കീർത്തി നാരായണ ടെമ്പിൾ. ക്ഷേത്രത്തിൻ്റെ കരിങ്കൽ പാളികളിൽ പണ്ടത്തെ ലിപിയിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാം. മൈസൂരിൽ നിന്ന് 45 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തലക്കാട് ഗ്രാമം ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന കാഴ്ചകളുടെ അപൂർവതകളുമായി സഞ്ചാരികളെ മോഹിപ്പിക്കും. ഈ മണൽക്കൂനകൾ നൂറ്റാണ്ടുകൾക്കിപ്പുറമുള്ള ചരിത്രത്തിലേക്കാണ് വഴിതെളിക്കുക. അവിടെ നിന്ന് ഞങ്ങൾ കാവേരി റിവർ ബീച്ചിലേക്കാണ് എത്തിയത്. ഡയറക്റ്റായി ഇവിടേക്ക് വരാം, പക്ഷേ ഈ പുരാതന ക്ഷേത്രങ്ങളൊക്കെ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? റിവർ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ടെമ്പിളിൻ്റെ ഭാഗത്ത് തിരക്ക് കുറവായിരുന്നു, പക്ഷേ ബീച്ചിൻ്റെ സൈഡിൽ നല്ല തിരക്കായിരുന്നു. തലക്കാടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് കാവേരി നദിയാണെന്ന് പറയാതെ വയ്യ. കുട്ടികളും മുതിർന്നവരുമൊക്കെ നദിയിലിറങ്ങി കളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നദിയുടെ 3/4 ഭാഗത്തോളം നമുക്ക് പോകാം. കൂടാതെ കുട്ടവഞ്ചകളിലായി നദിയുടെ മനോഹാരിത ആസ്വദിക്കാം. നദിയുടെ കുറുകെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കുതിരസവാരിക്കാർ അങ്ങിങ്ങ് നടക്കുന്നുണ്ട്. കാവേരിയുടെ തീരങ്ങളിൽ നിന്നുള്ള പ്രകൃതിയുടെ ദൃശ്യങ്ങൾ വളരെ സുന്ദരമാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന പഞ്ചലിംഗ ദർശനത്തിൻ്റെ പേരിലും തലക്കാട് വളരെ പ്രസിദ്ധമാണ്. മൺമറഞ്ഞ ഒരു കാലത്തിൻ്റെ മഹാസംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലായി തലക്കാട് നിലനിൽക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.